ബിനു, തുടരും എന്ന ചിത്രം വലിയ വിജയത്തിലേക്ക് നീങ്ങുകയാണ്. മോഹൻലാലിൻ്റെ ഈ ലൂസിഫറിന് ശേഷം വന്ന ചിത്രവും കൂടിയാണ്. അത് പ്രത്യേകതയും കൂടെ ഉണ്ട്. ഈ പറയുന്ന കോലാഹലങ്ങളൊന്നുമില്ല, വർഗീയത പറയണ്ട, വിഘടനവാദം പറയണ്ട, തീവ്രവാദം പറയണ്ട. നല്ലൊരു ചിത്രം വന്നു, അത് തിയേറ്ററിലെത്തുന്നു, ആൾക്കാർ കാണുന്നു, വിജയിക്കുന്നു. ഈ വർഗീയത കാർഡ് ഇറക്കി കളിച്ചിട്ട് ഇവർ എന്ത് നേടി? ഇതല്ലേ ശരിയായ മാർഗം? കലയെന്ന് പറയുന്നത് ഇതല്ലേ? തീർച്ചയായിട്ടും ഈ മോഹൻലാൽ ഒരു ചരിഞ്ഞാണല്ലോ മോഹൻലാൽ വരുന്നത്. അപ്പോൾ ചരിവെന്ന് ഉദ്ദേശിക്കുന്ന മലയാള സിനിമയെ ഒരു തോളുകൊണ്ട് താങ്ങി നിർത്തുന്ന ഒരു നടൻ എന്ന രീതിയിലാണ് അതിനെ പറയാറുള്ളത്. കാരണം കഴിഞ്ഞ 47 വർഷമായി മലയാള സിനിമയിൽ ഇങ്ങനെ ലാലേട്ടൻ മാജിക്കുകൾ കാണിച്ച് മുന്നോട്ട് വരികയായിരുന്നു. പക്ഷേ ഈ അടുത്ത കാലത്തായി 1-2 വർഷങ്ങളായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളൊക്കെ തന്നെ പരാജയപ്പെടുന്നൊരു സാഹചര്യം. ഒപ്പം അദ്ദേഹത്തിന് ഈ താടി എടുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇഞ്ചക്ഷൻ എടുത്തതുമായി ബന്ധപ്പെട്ടൊക്കെ കുറേ സംഭവങ്ങൾ പറയുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് അദ്ദേഹത്തിൻ്റെ അഭിനയം കാണുമ്പോൾ അത് മനസ്സിലാകുമായിരുന്നു. പക്ഷേ ഒരു യഥാർത്ഥ സംവിധായകൻ്റെ കയ്യിൽ കിട്ടിയാൽ, ഒരു ശില്പിയുടെ കയ്യിൽ ഒരു കല്ല് കിട്ടിയാൽ അത് എത്രമാത്രം ശില്പമാക്കി മാറ്റുന്നു എന്നതുപോലെയാണ് അദ്ദേഹത്തെ രാഗിയെടുത്ത് ഈ തരുൺ മൂർത്തി ഈ തുടരുമെന്ന സിനിമയിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത്. കാരണം വെറുതെ വലിയ എബ്രഹാം ഖുറേഷിയോ അല്ലെങ്കിൽ വലിയ അധോലോക നായകനോ ഒന്നും അല്ലാതെ വെറും ഒരു ടാക്സി ഡ്രൈവർ ആയിക്കൊണ്ട് അദ്ദേഹം മലയാള സിനിമയെ മുഴുവൻ തൻ്റെ ചുമലിൽ എടുത്തിരിക്കുകയാണ് ഇപ്പോൾ. അത്ര ആവേശത്തിലാണ് ഓരോരുത്തരും പറയുന്നത്. നമുക്കതിൻ്റെ റിവ്യൂ കാണുമ്പോൾ തന്നെ അറിയാം. ഓരോരുത്തരും വന്ന് കരയുകയാണ് ലാലേട്ടനെ തിരിച്ചു കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം സ്വാഭാവികമായി 2.5 ദിവസം കൊണ്ട് 16.7 കോടിയാണ് ചിത്രം വാരിക്കൂട്ടിയത്. ഇപ്പോൾ നല്ല പബ്ലിസിറ്റി കിട്ടിയിരിക്കുന്നു. എല്ലാവരിലും ചിത്രം നല്ലൊരു അഭിപ്രായം രേഖപ്പെടുത്തുന്നു. 3-ാം ദിനം കഴിയുമ്പോൾ ആ വിലയിരുത്തലുകളിൽ തന്നെ 25 കോടിക്ക് മുകളിൽ പോകും. മലയാള സിനിമയിലെ എമ്പുരാനായി തുടരും മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമായൊരു വസ്തുത. മറ്റേത് എത്രയധികം ആളുകളായിട്ടുള്ള ഹൈപ്പ് കൊടുത്തുകൊണ്ട് എന്തെല്ലാം വിവാദങ്ങളുണ്ടാക്കി, എന്തെല്ലാം സമരങ്ങളുണ്ടാക്കി, സെൻസറിങ് ചെയ്തുകൊണ്ട് ഈ സിനിമ കൊണ്ടുവരുന്നു. പൃഥ്വിരാജ് പോസ്റ്റ് ഇടുന്നു, പൃഥ്വിരാജിൻ്റെ അമ്മ പോസ്റ്റ് ഇടുന്നു, മോഹൻലാൽ പോസ്റ്റ് ഇടുന്നു, എന്തെല്ലാം ഉണ്ടാക്കിയിട്ടും ആ സിനിമ ജാതകം വരെ എടുത്തു. ആ സിനിമ അത് മുടക്കുമുതൽ പോലും തിരിച്ചു കിട്ടാത്ത അവസ്ഥയിലേക്ക് പോയി. പക്ഷേ ഇവിടെ 5 ദിവസം കൊണ്ട് എമ്പുരാൻ നേടിയത് 24 കോടി ആയി നിൽക്കുമ്പോഴാണ് ഇവിടെ ഈ സിനിമ 3 ദിവസം കൊണ്ട് ഇപ്പോൾ 50 കോടിയിലേക്ക് എത്താൻ പോകുന്നത്. ഏതായാലും മലയാളത്തിലെ ഏറ്റവും പണമാരി ചിത്രമാണ് എമ്പുരാൻ എന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ആൻ്റണി പെരുമ്പാവൂരൊക്കെ ഇതിപ്പോൾ ഈ തുടരുംതിൻ്റെ വിജയം കണ്ട് ആകെ ഞെട്ടിത്തരിച്ചിരിക്കുകയാണ്. എമ്പുരാൻ്റെ അവകാശവാദങ്ങളൊന്നുമില്ലാതെ എത്തിയ തുടരും അത്ഭുതമാവുകയാണ്. 2.5 ദിവസത്തെ കളക്ഷൻ കണക്കുകൾ 16.7 കോടിയാണ് കടന്നിരിക്കുന്നത്. അതായത് 100 കോടി ക്ലബിലേക്ക് തുടരും ഓടിയെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. വളരെ പെട്ടെന്ന് എത്താൻ പറ്റും. പ്രത്യേകിച്ച് മോഹൻലാലിൻ്റെ ചിത്രങ്ങൾ ആദ്യ 3 ദിവസങ്ങളിൽ തന്നെ ഫാൻസ് ഹൗസ്ഫുള്ളായിരിക്കും. ഇതിപ്പോൾ നല്ലൊരു അഭിപ്രായമാണെങ്കിൽ ഇത് ഫുൾ ടൈം ഏകദേശം ഒരു 10-50 ദിവസത്തോളം ഹൗസ്ഫുള്ളായിട്ട് പോകും. വിവിധ ഏജൻസികളുടെ കണക്കിൽ ഇന്ത്യയിലെ മാത്രം കളക്ഷനാണ് ഈ 16.7 കോടി. വിദേശ കളക്ഷൻ പുറത്തു വന്നിട്ടില്ല. കാരണം ഇത് സോഷ്യൽ മീഡിയയിലൂടെ വിദേശ രാജ്യങ്ങളിലടക്കം പ്രചരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിദേശത്ത് എല്ലാവരും ഈ സിനിമയ്ക്ക് പോകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എമ്പുരാന് ചിലവായത് 220 കോടിയെങ്കിൽ ഇതിന് വളരെ അതിൻ്റെ ഒരു കാൽഭാഗമോ അത് അത്ര പോലും പറയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾ ലാഭം ഉറപ്പിക്കുകയാണ്. OTTക്ക് നല്ല പൈസ കിട്ടും, സാറ്റലൈറ്റ് റൈറ്റ് നല്ലത് കിട്ടും. അതോടൊപ്പം തന്നെ തരുൺ മൂർത്തിയുടെ സംവിധാന മികവ്, അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ജാവയും സൗദി വെള്ളയ്ക്കയും ഒക്കെ മലയാളികൾ ഏറ്റെടുത്ത സിനിമകളാണ്. അതുകൊണ്ട് തന്നെ സാഗ്നിക് വെബ്സൈറ്റിൻ്റെ കണക്ക് പ്രകാരം ആദ്യ ദിവസം 5.25 കോടിയാണ് തുടരും കളക്ട് ചെയ്തത്. 2-ാം ദിനം അത് 8.96 കോടിയായി. 3-ാം ദിനം 12 മണി വരെ 2.49 കോടിയും കളക്ട് ചെയ്തു. അതായത് ഇന്ന് കൂടുതൽ കളക്ഷൻ വരും. കാരണം ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാവരും വെക്കേഷനാണ്. സ്വാഭാവികമായിട്ട് ഈ സിനിമയ്ക്ക് നല്ല അഭിപ്രായം ഉള്ളതുകൊണ്ട് എല്ലാവരും പോകാനുള്ള സാധ്യതയുണ്ട്. 10 കോടിയോടടുത്ത് കളക്ഷൻ എത്തുമെന്നാണ് വിലയിരുത്തൽ. അതായത് ഞായറാഴ്ച ഉച്ചവരെ 16.7 കോടി എന്ന കണക്ക് രാത്രിയാകുമ്പോൾ 25 കോടി എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 3 ദിവസം കൊണ്ട് ഇന്ത്യയിൽ 25 കോടി കളക്ട് ചെയ്യുന്ന മലയാള ചിത്രമായി തുടരും മാറും. എമ്പുരാൻ്റെ നിർമ്മാതാക്കൾ ഇതിന് മുകളിൽ ഇന്ത്യ കളക്ഷൻ 3 ദിവസം കൊണ്ട് നേടിയെന്ന് അവകാശപ്പെടുന്നുണ്ട് ആൻ്റണി പെരുമ്പാവൂരൊക്കെ. തുടരും ചിത്രത്തിൻ്റെ ആകെ കച്ചവടം 100 കോടിക്ക് മുകളിൽ പോകുമെന്ന് ഉറപ്പാണ്. OTTക്കാരും സാറ്റലൈറ്റുകാരും വൻ തുക ഈ തരുൺ മൂർത്തി ചിത്രത്തിന് നൽകുമെന്നാണ് സിനിമാ പ്രവർത്തകർ വിലയിരുത്തുന്നത്. എമ്പുരാനാകട്ടെ മോഹൻലാൽ പോയി കാല് പിടിച്ച് അവസാനം ബിഗ് ബോസിൽ അഭിനയിക്കാമെന്ന് ഉറപ്പ് കൊടുത്തിട്ടാണ് അവിടെ പോയി OTTക്കും ഏഷ്യാനെറ്റിനും ഒക്കെ കൊടുത്തത്. ഇതിപ്പോൾ അവർ ഇങ്ങോട്ട് വന്ന് കാല് പിടിച്ച് വാങ്ങേണ്ട അവസ്ഥയിലേക്ക് എത്തി.
തള്ളില്ലാതെ എത്തിയ കൊച്ചു ചിത്രമാണ് മോഹൻലാൽ ചിത്രമായ തുടരും. നേരത്തെ നേരെന്ന മോഹൻലാലിൻ്റെ മൂവിയും കോടതിയുമായി ബന്ധപ്പെട്ടുള്ള മൂവിയും തിയേറ്ററിൽ ആവേശമുണ്ടാക്കിയിരുന്നു. അതിനിടെ ആഗോളതലത്തിൽ രണ്ടാം ദിനം 24 കോടി രൂപയാണ് ചിത്രം കളക്ട് ചെയ്തതെന്ന് സിനിമയുടെ അണിയറ പ്രവർത്തനം പറയുന്നു. ഇതോടെ ചിത്രം നേടിയ കളക്ഷൻ 40 കോടിയായി. ആദ്യ ദിവസം മികച്ച ഓപ്പണിംഗ് കളക്ഷൻ ലഭിക്കുന്ന 7ാമത്തെ മലയാള ചിത്രമായി തുടരും മാറി. ബുക്ക് മൈ ഷോയിലൂടെ മാത്രം 4 ലക്ഷത്തിന് മുകളിൽ ടിക്കറ്റുകളാണ് റിലീസ് ദിവസം തന്നെ വിറ്റുപോയത്. ഇപ്പോഴും അതേ ട്രെൻഡ് തുടരുകയാണ്. ഈ കണക്ക് മുകളിലേക്ക് എടുത്താൽ 2 ദിനം കൊണ്ട് 50 കോടി ക്ലബിലേക്ക് എത്തും. വരും ദിവസങ്ങളിൽ സിനിമയുടെ കളക്ഷൻ കുത്തനെ ഉയരാനാണ് സാധ്യത. ചിത്രത്തിന് ഓരോ മണിക്കൂറിലും വലിയ കുതിപ്പാണ് ടിക്കറ്റ് വിൽപ്പനയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്നത്. കാരണം മെയ് മാസം കൂടി വെക്കേഷനാണ്. സ്വാഭാവികമായിട്ടും എല്ലാ കുടുംബ പ്രേക്ഷകരും കുട്ടികളുമായി പോയി സിനിമ കാണും. വെള്ളിയാഴ്ച മുതൽ അർദ്ധരാത്രി പ്രത്യേക ഷോ പല തിയേറ്ററുകളിലും കൊടുക്കേണ്ടി വന്നു. കാരണം ഇപ്പോൾ ഈ രാത്രി സെക്കൻഡ് ഷോയ്ക്കൊന്നും ആളില്ലാത്തതുകൊണ്ട് ഫസ്റ്റ് ഷോ കൊണ്ട് അവസാനിപ്പിക്കുന്ന ഒരു പതിവാണ് തിയേറ്ററുകൾ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ സെക്കൻഡ് ഷോയ്ക്കും അധികമായി ചെയ്യേണ്ടി വന്നു. ചിത്രം ബ്ലോക്ക് ബസ്റ്ററിലേക്ക് നീങ്ങുന്നുവെന്ന സൂചനയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നത്. എമ്പുരാനിൽ സ്റ്റൈലിഷ് മാസ് അവതാരമായ മോഹൻലാലിനെയാണ് ആഘോഷിച്ചതെങ്കിൽ ഈ സിനിമയിൽ ഒരു വിൻറ്റേജ് മോഹൻലാലിനെ കാണാം. മോഹൻലാൽ എന്ന പെർഫോമറെ ഒരുപാട് നാളുകൾക്ക് ശേഷം കാണാനായി എന്നതാണ് തുടരും ത്തിൻ്റെ പ്രത്യേകത. ഫീൽ ഗുഡ് പോലെ തുടങ്ങുന്ന സിനിമ ഇടവേളയോട് അടുക്കുമ്പോൾ ത്രില്ലർ മൂഡിലേക്ക് മാറുകയാണ്. 2 മണിക്കൂർ 46 മിനിറ്റാണ് സിനിമയുടെ റണ്ണിങ് ടൈം. മോഹൻലാലിൻ്റെ കരിയറിലെ 360ാമത്തെ ചിത്രമാണിത്. ശോഭനയാണ് ചിത്രത്തിലെ നായിക. 15 വർഷത്തിന് ശേഷമാണ് മോഹൻലാലും ശോഭന ഒരുമിച്ചെത്തുന്നത്. രജപുത്രയുടെ ബാനറിൽ എം രഞ്ജിത്താണ് നിർമ്മാണം. ഷൺമുഖം എന്ന സാധാരണക്കാരനായ ഒരു ടാക്സി ഡ്രൈവറെയാണ് മോഹൻലാൽ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ബിനു പപ്പുവിൻ്റെ മകനാണ്, കുതിരവട്ടം പപ്പുവിൻ്റെ മകൻ. ഫർഹാൻ ഫാസിൽ, മണിയമ്പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു. KR സുനിലിൻ്റെ കഥയ്ക്ക് തരുൺ മൂർത്തിയും KR സുനിലും ചേർന്നാണ് തിരക്കഥ ഒരുക്കുന്നത്. തുടരും സിനിമയ്ക്ക് ലഭിക്കുന്ന ഹൃദയസ്പർശിയായ പ്രതികരണങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് മോഹൻലാൽ രംഗത്ത് വന്നിരുന്നു. പ്രേക്ഷകരുടെ ഹൃദയം നിറഞ്ഞ പ്രതികരണങ്ങൾ തന്നെ ആഴത്തിൽ സ്പർശിക്കുകയും വിനീതനാക്കുകയും ചെയ്യുന്നുവെന്ന് മോഹൻലാൽ കുറിച്ചു. ഈ സിനിമയെ ഹൃദയം തുറന്ന് സ്വീകരിച്ചതിന് ആത്മാവ് കണ്ടതിന് നന്ദി. സത്യസന്ധതയോടെ എടുത്ത ചിത്രം പ്രേക്ഷകരെ പ്രതീക്ഷിച്ച പ്രതിധ്വനി ഉണ്ടാക്കുന്ന കാണുമ്പോൾ സന്തോഷമുണ്ടെന്നും ഇതാണ് ചിത്രത്തിന് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രതിഫലമെന്ന് മോഹൻലാൽ കുറിച്ചു. തുടരുമെന്ന സിനിമയിലൂടെയുള്ള നിങ്ങളുടെ സ്നേഹവും ഹൃദയസ്പർശിയായ പ്രതികരണങ്ങളും ആഴത്തിൽ സ്പർശിച്ചു. എന്തായാലും ഈ യാത്രയിൽ സഞ്ചരിച്ച എന്നോടൊപ്പം എനിക്കൊപ്പം നടന്ന് ഓരോ ഫ്രെയിമിലും എൻ്റെ യാത്രയിൽ സഞ്ചരിച്ച ഓരോ വ്യക്തികളുടേതുമാണ് ഈ വിജയം എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. നമുക്കറിയാം ഈ പൃഥ്വിരാജ് ഒരു ചതിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും സ്വാഭാവികമായിട്ടും ആ സിനിമയിൽ, എമ്പുരാനിൽ. മോഹൻലാൽ ഒരു പക്ഷേ ഇതൊന്നും കൃത്യമായി അങ്ങനെ നോക്കിയിട്ടുണ്ടാവില്ല. അദ്ദേഹം സിനിമയിൽ വരുന്നു, സെറ്റിലേക്ക് വരുന്നു, അഭിനയിക്കുന്നു, പോകുന്നു, ആ ഒരു രീതിയായിരുന്നു. പക്ഷേ അതിൽ ഇത്തരത്തിലുള്ള കലാപവും ഒക്കെ കൂട്ടിക്കുഴച്ച് അതിനെ വേറൊരു തലത്തിലാക്കി ബയസ്ഡ് ആക്കി ചിത്രീകരിച്ചു. അതുമാത്രമല്ല ഇതിനകത്ത് മറ്റൊന്ന്, ഇതിൽ പ്രധാനപ്പെട്ടൊരു സംഭവം, ഈ മോഹൻലാലിനെ ഹലാൽ ലാലേട്ടൻ എന്ന് പോലും പറഞ്ഞുകൊണ്ട്, ഹലാലേട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിനിങ് പോലും നടന്നു. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു നന്മകളോ അല്ലെങ്കിൽ സിനിമയിൽ അദ്ദേഹം പ്രേക്ഷകർക്ക് നൽകിയിട്ടുള്ള സംഭാവനകളോ ഒക്കെ ആയിരിക്കാം ഒരു പക്ഷേ. അതായത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മൗദൂദികളും അന്തം കമ്മികളും എല്ലാം ഇപ്പോൾ മോഹൻലാലിൻ്റെ ഫോട്ടോ സ്റ്റാറ്റസ് ഇടുന്നു, തുടരും ഇത് സ്റ്റാറ്റസ് ഇടുന്നു, ലൂസിഫർ ഇട്ടു, വലിയ പ്രൊമോഷനൊക്കെ അവർ കൊടുത്തു, 250-300 കോടി എന്നൊക്കെ പറഞ്ഞ് തള്ളിമറിച്ചു. പക്ഷേ എനിക്കത് കാണുമ്പോഴത്തേക്കും സന്തോഷമാണ് തോന്നിയത്. കാരണം ഇത്രയും നാൾ മോഹൻലാൽ സംഖ്യയാണ്, മോദിയുടെ ആളാണ് എന്നൊക്കെ പറഞ്ഞിരുന്ന ആൾക്കാർ ഇപ്പൊ മോഹൻലാലിനെ ഏറ്റെടുക്കുന്നുണ്ടല്ലോ. അതിലൊരു സന്തോഷമുണ്ട്. കാരണം ഞാൻ മോഹൻലാലിനെ വളരെയധികം സ്നേഹിക്കുന്ന ഒരാളാണ്, അത്രയേറെ പ്രിയപ്പെട്ട ഒരു നടനുമാണ്. പക്ഷെ ഇന്ന് ഈ മൗദൂദികളും അന്തംകമ്മികളും എല്ലാം ഇനി വരുന്ന കാലഘട്ടത്തിൽ മോഹൻലാലിനെ ഇങ്ങനെ തന്നെ സ്വീകരിക്കണമെന്ന് എനിക്ക് പറയാനുള്ളൂ. തീർച്ചയായിട്ടും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.